ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇന്ന് നമ്മൾക്ക് ഈന്തപ്പഴത്തിൽ ഒരു അച്ചാർ റെഡിയാക്കിയാലോ? കുട്ടികൾ ആരും ഈന്തപ്പഴം കഴിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു നമ്മൾക്കൊരു അച്ചാർ റെഡിയാക്കിയിട്ട് കൊടുത്താൽ ഇവർ കഴിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈന്തപ്പഴത്തിൽ അച്ചാർ റെഡിയാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് കൂടുതൽ സീഡ്സ് ഉള്ളതിനാൽ ഞാൻ അതെല്ലാം റിമൂവ് ചെയ്തു. എന്നിട്ടത് കുറച്ച് കട്ടി പോലെ ഉണ്ടായിരുന്നു. അതിനാൽ അരിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുതിർത്താൻ കുറച്ച് നേരം ഞാൻ ഒന്ന് ഇളക്കി നല്ലതായിട്ട് കൈ വെച്ച് നല്ലതായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കുതിർത്താനായിട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അച്ചാർ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ടാവും ഈന്തപ്പഴം. എന്നിട്ട് കുറച്ച് പുളി, നമ്മൾക്ക് ആവശ്യത്തിൽ ഒത്തിരി പുളിയുടെ ആവശ്യമില്ല, ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. കുറച്ച് പുളി ഇങ്ങനെ ഇട്ട്, ഇത് ഇത്ര പുളി ഇല്ലാത്ത പുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ ഒരു 2-3 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചെറിയ പച്ചമുളക്, ഇതും കൂടെ അരിഞ്ഞു. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ വേരി കൂടുതൽ വേണ്ട എന്ന് വിചാരിച്ചു. എന്നിട്ട് കടായി ചൂടായപ്പോൾ നമ്മൾക്ക് അച്ചാറിടുന്ന എണ്ണ ഒഴിക്കാം. ഞാൻ അതിട്ടില്ല, ഇത് പാം ഓയിലാണ്. എന്നിട്ട് കുറച്ച് നമ്മുടെ വീട്ടിലുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചത്. പിന്നെ കുറച്ച് കടുകിട്ടു, കുറച്ച് ഉലുവ ഇട്ടു. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഒത്തിരി ദിവസത്തേക്കൊന്നും അല്ല ചെയ്യുന്നത്. ഇത് കുറച്ച് ഒരു കുട്ടികൾക്ക് ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് അവർ കഴിക്കുന്നെങ്കിൽ പിന്നെ ഇനി ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇട്ടു. ഈ മുളക് പൊടിക്ക് നല്ല എരിയുള്ളൊരു മുളക് പൊടിയാണ്, പൊടിപ്പിച്ചെടുത്ത മുളക് പൊടിയാണ്, നല്ല എരിയാണ് അതിന്. എന്നിട്ട് നല്ലതായിട്ട് വഴറ്റിയിട്ട് നമ്മൾ കുതിർത്താൻ വെച്ചിരുന്ന ഈന്തപ്പഴം അതിലേക്ക് എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഈന്തപ്പഴത്തിലേക്ക് ആ എരിയൊക്കെ കയറി നല്ലതായിട്ട് ഇതാവും. പിന്നെ കായപ്പൊടി ഇട്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ ഉലുവാപ്പൊടി ഇട്ടിരുന്നു, അത് ഇതിനകത്ത് വന്നിട്ടില്ല. ഉലുവാപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കുകയാണ്. കുറേ നേരം ഇളക്കി, നല്ല ഉടച്ചുടച്ച് നല്ല ഇളക്കി അതിന് ശേഷമാണ് ഈ പുളിവെള്ളം ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഒരു പുളി ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നോക്കി, അതിനകത്ത് ഓവർ പുളി ആവാതെ നോക്കി, ആ ടേസ്റ്റിനനുസരിച്ച് പുളിയുടെ അനുസരിച്ചാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഒരു 4-5 സ്പൂണോളം ഞാൻ അതിനകത്ത് ഒഴിച്ചായിരുന്നു പുളി വെള്ളം. എന്നിട്ട് ലാസ്റ്റ് നല്ല ഇളക്കി കഴിഞ്ഞപ്പോൾ സൂപ്പറായിട്ടുള്ള ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ റെഡിയായി ഫ്രണ്ട്സ്. ഇത് കഴിക്കാനാണെങ്കിൽ ഒരു പുളിപ്പും മധുരവും എരിയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. താങ്ക് യു.